കോഴിക്കോട് താമരശ്ശേരി ചുരം ഏഴാം വളവിൽ കണ്ടെയ്നർ ലോറി കുടുങ്ങി. ചുരത്തിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയാണ്. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്ന ദൃശ്യങ്ങളിലേക്ക് പോകുന്നത്. ഇന്ത്യാസ് കരീം വിവരങ്ങളുമായി നമുക്ക് പഞ്ചേരുന്നുണ്ട്. ഇന്ത്യാസ്, ഇന്നലെ താമരശ്ശേരിയിൽ ഒന്നാം വളവിൽ ഒരു ലോറി താഴ്ചയിലേക്ക് പുഴയിലേക്ക് മറിയുന്നത് നമ്മൾ കണ്ടതാണ്. അതൊരു വലിയ അപകടമായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് വലിയ ആളപായമൊന്നും ഉണ്ടായില്ല. ഇതിപ്പോൾ ഏഴാം വളവിലാണ് കണ്ടെയ്നർ ലോറി കുടുങ്ങിക്കിടക്കുന്നത്. എന്തുകൊണ്ടാണ് അടിക്കടി ഇത്തരം സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത്? കുറെ കൂടി മെച്ചപ്പെട്ട സംവിധാനത്തിലേക്ക് ഇടക്കാലത്തൊക്കെ പോകാൻ ശ്രമിച്ചിരുന്നല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രതീഷ്, തീർച്ചയായിട്ടും താമരശ്ശേരി ചുരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിത്യസംഭവമായി മാറുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇപ്പോൾ താമരശ്ശേരി ചുരത്തിലെ ഏഴാം വളവിലാണ് ഈ കണ്ടെയ്നർ ലോറി വളയ്ക്കുന്ന സമയത്ത്, വളവെടുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. അതിന് മുന്നോട്ടെടുത്ത് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിസന്ധി. ഏകദേശം ഒരു ഉച്ചയ്ക്ക് 3:30 കൂടിയാണ് ഈ സംഭവം, കണ്ടെയ്നർ ലോറി കുടുങ്ങുന്നത്. ഇതോടുകൂടി ഹൈവേ പോലീസും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ ഗതാഗതം നിയന്ത്രിക്കുന്നത്. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ചുരം വഴി ഇപ്പോൾ കടത്തിവിടുന്നത്. വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ അടിവാരത്തും ലക്കിടി ഭാഗത്തുമൊക്കെ വലിയ വാഹനങ്ങളടക്കം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇനി ആ കണ്ടെയ്നർ ലോറി അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ, അതിന് പോകാൻ സാധിച്ചാൽ മാത്രമേ വലിയ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കാര്യം. അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുറെ കാലമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 1-2 മാസമായിട്ട് തുടർച്ചയായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നേരത്തെ ഒരു ലോറി അവിടെ ഇന്ധനം തീർന്നതിനെ തുടർന്ന് ചുരത്തിൽ കുടുങ്ങി വൈകിട്ട് വരെ ഒരു വാഹനങ്ങൾക്കൊന്നും അതുവഴി പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുവഴി യാത്ര ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. അത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രതീഷ്, താമരശ്ശേരി ചുരം എന്നത് കോഴിക്കോട് ജില്ലയും വയനാട് ജില്ലയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അടിവാരത്ത്, അതിൻ്റെ തുടക്ക ഭാഗത്ത്, അവിടെ മുതൽ വാഹനങ്ങൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. മുകൾ ഭാഗത്ത് ലക്കിടി എന്ന് പറയുമ്പോൾ വയനാട്ടിലേക്കുള്ള ഗേറ്റ് വേ ആണ്. താമരശ്ശേരി ചുരം പരിപൂർണ്ണമായി ഏറെക്കുറെ തൻ്റെ 90%, 90% ഏറെക്കുറെ ചുരം ഭാഗം മുഴുവൻ കോഴിക്കോട് ജില്ലയിലാണ്. അതിനുശേഷം ലക്കിടിയിലേക്ക് എത്തുമ്പോഴാണ് വയനാട് ജില്ല തുടങ്ങുക. അവിടെ മുതൽ താഴെ അടിവാരം വരെയുള്ള പ്രദേശത്താണിപ്പോൾ വലിയ പ്രതിസന്ധി രൂപപ്പെടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്പോൾ വീണ്ടും വാഹനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. വാഹന അപകടങ്ങൾ കൊണ്ടുള്ള പ്രതിസന്ധി തുടരുകയാണ് വീണ്ടും.